നമസ്കാരം. എല്ലാ മലയാളികളുടെയും മുഖത്ത് ഒരു സന്തോഷത്തിൻ്റെ തെളിച്ചം പ്രത്യക്ഷപ്പെട്ട ദിവസമാണിന്ന്. മറ്റൊന്നുകൊണ്ടുമല്ല, നമ്മുടെ വയനാട് ദുരന്തത്തിനിരയായ സഹോദരങ്ങൾക്ക് കിടപ്പാടം ഉണ്ടാകും എന്ന് ഉറപ്പായ ദിവസമാണ് നാളെ. വയനാട്ടിൽ ദുരന്തബാധിതരായ മനുഷ്യർക്ക് വേണ്ടി, കിടപ്പാടം നഷ്ടപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി കേരള സർക്കാർ മുൻകൈയെടുത്ത് നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൻ്റെ തറക്കല്ലിടൽ കർമ്മം നടക്കുകയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് തറക്കല്ലിടുന്നത്. എന്നാൽ എല്ലാ മനുഷ്യരും, എല്ലാ മലയാളികളും കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദങ്ങളൊക്കെ മറന്ന് ദുരന്തമുഖത്ത് എങ്ങനെയാണോ ഒന്നിച്ചു നിന്നത് അതുപോലെ തന്നെയാണ് ഈ പുനരധിവാസ പ്രവർത്തനത്തിലും സന്തോഷപൂർവ്വം പങ്കുകൊള്ളുന്നത്. വയനാടിൻ്റെ MP ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ കേരളത്തിൻ്റെ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തുമുള്ള എല്ലാ കക്ഷികളും അതിനകത്ത് പങ്കെടുക്കും എന്ന് തീരുമാനമായിട്ടുണ്ട്. ഈ യഥാർത്ഥത്തിൽ ചെറുതായിരുന്നില്ലല്ലോ ദുരന്തത്തിൻ്റെ വലിപ്പം, അതിൻ്റെ ആഴം, അതിൻ്റെ ഭീകരത നമുക്കിപ്പോഴും ആ നടുക്കം മാറിയിട്ടില്ല. സർക്കാർ തിട്ടപ്പെടുത്തിയ മരണങ്ങൾ 417 ഡെഡ് ബോഡി കണ്ടെത്തിയിട്ടല്ല, മുഴുവൻ പേരുടെയും മൃതദേഹം മുഴുവനായിട്ട് കണ്ടുകിട്ടിയിട്ടില്ല. അവിടെയും ഇവിടെയുമായി അടിഞ്ഞുകൂടി കണ്ടുകിട്ടിയ നമ്മൾ പുറത്തെടുത്ത മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളുടെ DNA ഒക്കെ പരിശോധിച്ചിട്ടാണ്. എന്തായാലും ഇപ്പോൾ ഉറപ്പുവരുത്തിയിരിക്കുന്നത് 417 പേര് മരിച്ചിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തി. അതിൽ കണ്ടുകിട്ടിയ ഡെഡ് ബോഡിയും അതിൻ്റെ അവശിഷ്ടങ്ങളും ഒക്കെ നമ്മൾ ആചാരപൂർവ്വം മറവ് ചെയ്യുകയും ചെയ്തു. 300 അപ്പോഴും 300ഓളം പേര് പരിക്കേറ്റ് കിടക്കുന്നുണ്ട്. അംഗവൈകല്യം വന്നവരുണ്ട്, മാരകമായ തോതിൽ പരിക്കേറ്റവരുണ്ട്, ഒരുപക്ഷെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്തവരുണ്ട്. അത്തരം പരിക്കേറ്റ 300ഓളം പേരുണ്ട്. 150ഓളം പേരെ അപ്പോഴും കാണാനില്ല. ഇപ്പോഴും കണ്ടുകിട്ടാത്ത 150ഓളം പേരുണ്ട്. എവിടെ പോയി എന്ന് അറിഞ്ഞുകൂടാത്തവരുണ്ട്. അവരെയൊക്കെ ഏതാണ്ട് നഷ്ടപ്പെട്ടതായും മരണപ്പെട്ടതായും ഒക്കെ കണക്കാക്കുകയേ നിവൃത്തിയുള്ളൂ. എന്തായാലും ഈ ഒരു ദുരന്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവശേഷിക്കുന്ന ബാധ്യത എന്താണ്? കിടപ്പാടം നഷ്ടപ്പെട്ടവർ, അങ്ങനെയുള്ളവർക്ക് കിടപ്പാടം നൽകുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു പുനരധിവാസ പ്രവർത്തനം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഗവൺമെൻറ് കഴിഞ്ഞ 8 മാസമായി അവിടുത്തെ അടിയന്തര ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ എല്ലാവരും, ഇന്ത്യയുടെ പട്ടാളവും കേരളത്തിൻ്റെ പോലീസും സന്നദ്ധ സേവകരും മനുഷ്യരും ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് രാവും പകലും കഷ്ടപ്പെട്ടാണ് മാസങ്ങളോളം ഏതാണ്ട് ഒരു ആശ്വാസത്തിലെത്തിച്ചത്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇപ്പോഴും കഴിയുന്നവരുണ്ടെങ്കിലും ഏതാണ്ട് സമാധാനത്തിൻ്റെ അന്തരീക്ഷം വയനാട്ടിൽ വന്നിരിക്കുന്നു. സാധാരണ ജീവിതം പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു സമയത്ത് ഇനി ചെയ്യേണ്ടത് ദുരന്തബാധിതർക്ക് അവർക്ക് താമസിപ്പിക്കാനുള്ള കിടപ്പാടം കൊടുക്കുകയാണ്. അതിനുവേണ്ടി സർക്കാർ ഏറ്റവും അനുയോജ്യമായൊരു പദ്ധതി കണ്ടെത്തി. ആ പദ്ധതി വേറൊന്നുമല്ല, മുഴുവൻ പേർക്ക് ഒരുമിച്ച് താമസിക്കാവുന്ന സുരക്ഷിതമായ ഒരു ഭവന പദ്ധതി. അതാണ് വയനാട്ടിലെ ടൗൺഷിപ്പ്. ആ ടൗൺഷിപ്പിന് വേണ്ടി സർക്കാർ ആദ്യം തീരുമാനിച്ചത് വളരെ വിപുലമായൊരു പദ്ധതിയാണ്. ഒരു 2 എസ്റ്റേറ്റുകളിൽ നിന്ന്, വയനാട്ടിലെ 2 എസ്റ്റേറ്റുകളിൽ നിന്ന് ആയിട്ട് ഏതാണ്ട് 150ഓളം ഹെക്ടർ ഭൂമി അക്വയർ ചെയ്യാൻ, ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. കൽപ്പറ്റയിലെ എൽസ്റ്റോൺ എസ്റ്റേറ്റ് അവിടുത്തെ വിഖ്യാതമായ ചായത്തോട്ടമാണ്, ടീ പ്ലാന്റേഷനാണ്. അവരുടെ ഒരു 65 ഹെക്ടർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. ഒപ്പം മേപ്പാടിയിലെ നെടുമ്പാല എസ്റ്റേറ്റിൽ നിന്ന് 73 ഹെക്ടറും. അങ്ങനെയാണ് ഏതാണ്ട് 140 ഹെക്ടർ ഭൂമി ഏറ്റെടുത്തിട്ട് 2 ടൗൺഷിപ്പിൻ്റെ പ്ലാനാണ് സർക്കാരിൻ്റെ അജണ്ടയിലുള്ളത്. ആ പ്ലാൻ ഇപ്പോഴും ഉപേക്ഷിച്ചിട്ടില്ല. എന്നാൽ ആദ്യഘട്ടത്തിൽ ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ടത് ഒരു ടൗൺഷിപ്പ് മതിയാകുമെന്ന് തീരുമാനിക്കുകയും തൽക്കാലം എൽസ്റ്റോൺ എസ്റ്റേറ്റ് ഏറ്റെടുക്കാനും തീരുമാനിച്ചു. ഇത് ഏറ്റെടുക്കാൻ തീരുമാനിക്കുമ്പോൾ പല കടമ്പകളാണ് സർക്കാർ നേരിട്ട് വന്നത്. ആലോചിക്കണം, ഒരു ഭരണകൂടത്തിന് നേരിടാവുന്നതിൻ്റെ പ്രതീക്ഷിക്കാവുന്നതിൻ്റെ അപ്പുറമുള്ള കടമ്പകളാണ് വയനാട് ദുരന്തകാലത്ത് കേരള സർക്കാർ നേരിട്ടത്. അത് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. ആദ്യത്തെ കടമ്പ ഈ ഭൂമി ഏറ്റെടുക്കുക എന്നതാണ്. ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി സർക്കാർ ഓഫർ ചെയ്തത്, ഈ എൽസ്റ്റോൺ കമ്പനിക്ക് സർക്കാർ ഓഫർ ചെയ്തത് 26 കോടി രൂപയാണ്. ഞങ്ങൾ ഏറ്റെടുക്കാം, ന്യായമായത് എന്ന് സർക്കാർ വിലയിരുത്തിയ, സർക്കാർ അപ്രൈസ് ചെയ്ത, സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാർ സർക്കാരിൻ്റെ മാനദണ്ഡങ്ങൾ പ്രകാരം നിജപ്പെടുത്തിയ വിലയാണ് 26 കോടി കൊടുക്കാം. 26 കോടി കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ എസ്റ്റേറ്റ് ഉടമകൾ ആദ്യഘട്ടത്തിൽ എൽസ്റ്റോൺ മതിയും തീരുമാനിച്ചു, നെടുമ്പാല എസ്റ്റേറ്റ് മാറ്റിവെച്ചു. എൽസ്റ്റോണിന് 26 കോടി വില കൊടുക്കാൻ തീരുമാനിച്ചു. 65 ഹെക്ടറിന് 26 കോടി വില നിശ്ചയിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറങ്ങിയപ്പോൾ അതിനെതിരായി സ്വാഭാവികമായിട്ടും
മുതലാളിമാർ, എസ്റ്റേറ്റ് മുതലാളിമാർ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ അവർ ആവശ്യപ്പെട്ടത് 65 ഹെക്ടർ ഭൂമിക്ക് വയനാട്ടിലെ ഇന്നത്തെ മാർക്കറ്റ് വിലയനുസരിച്ച് 550 കോടി, 549 കോടി കിട്ടും. 550 കോടി വിലയുള്ള ഭൂമിക്ക് എങ്ങനെയാണ് 26 കോടി നാമമാത്രമായ വില തന്നിട്ട് സർക്കാർ ഏറ്റെടുക്കുക? കോടതി പക്ഷേ വളരെ ശക്തമായ നിലപാട്, ഹൈക്കോടതിയിൽ ഇന്നലെയാണ് ആ കോടതിയിൽ വിധി വന്നു. ഒരുപക്ഷേ ഈ വയനാട് പുനരധിവാസത്തിൻ്റെ ടൗൺഷിപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ അതായിരുന്നു. ഹൈക്കോടതി വലിയ പേടിയുണ്ടായിരുന്നില്ല, ഹൈക്കോടതി എങ്ങാനും അത് സ്റ്റേ ചെയ്താലോ. പക്ഷേ ഹൈക്കോടതി വളരെ മാനവികമായൊരു നിലപാടെടുത്തു. ഹൈക്കോടതിയിൽ നമ്മുടെ ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദാറും ചീഫ് ജസ്റ്റിസും അതുപോലെ ജസ്റ്റിസ് എസ് മനുവും ചേർന്ന 2 ജഡ്ജിമാരുടെ നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ഉൾക്കൊള്ളുന്ന ഒരു ഡിവിഷൻ ബെഞ്ച് കൃത്യമായ നിലപാടെടുത്തു. നിങ്ങൾക്ക് വില പോരാ എന്നല്ലേ പരാതി? എസ്റ്റേറ്റ് മുതലാളിമാരോട് ചോദിച്ചു, നിങ്ങൾക്ക് വില പോരാ എന്നാണോ പരാതി? അതല്ല, ആ എസ്റ്റേറ്റ് ഇങ്ങനെ ഏറ്റവും അനിവാര്യമായ ഒരു രാജ്യത്തിൻ്റെ നിർണായകമായൊരു ആവശ്യത്തിന് വേണ്ടി സർക്കാരിന് ഭരണകൂടത്തിന് ഏറ്റെടുക്കാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? അതില്ല എന്നവർക്ക് പറയേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഭൂമി വിട്ടുകൊടുക്കാം, ഭൂമി വിട്ടുകൊടുത്തിട്ട് അവിടെ പണി ആരംഭിക്കട്ടെ. അപ്പോഴും നിങ്ങൾക്ക് വില പോരാ എങ്കിൽ പല വകുപ്പുകളിൽ നിങ്ങൾക്ക് ഇനിയും ന്യായമായ വിലക്ക് വേണ്ടി കോടതിയെ സമീപിക്കാം. അങ്ങനെ ആ വിധി വന്നു. ഒരു കാരണവശാലും ഈ എസ്റ്റേറ്റിൻ്റെ പണി തുടങ്ങാനുള്ള തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ ഞങ്ങൾ ഒരുക്കമല്ല, ഒരു കാരണവശാലും സർക്കാർ പുറകോട്ട് പോവുകയില്ല എന്ന തീരുമാനമെടുത്തു. അതുകൊണ്ടാണ് നാളെ 27-ാം തീയതി അവിടെ തറക്കല്ലിടൽ കർമ്മം നടക്കും എന്ന് ഉറപ്പായത്. ഒന്നാമത്തെ കടമ്പ തീർച്ചയായിട്ടും കേരള ഹൈക്കോടതിയുടെ സഹായത്തോടെ കേരള ഗവൺമെൻറ് കടന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷകരമായൊരു കാര്യം. ഇനി രണ്ടാമത്തെ കടമ്പയുണ്ടായിരുന്നു, അത് അതിനേക്കാളും സങ്കീർണമായിരുന്നു. രണ്ടാമത്തെ കടമ്പ, കേരള സർക്കാർ ഒന്നാം ഘട്ടത്തിൽ 242 ഗുണഭോക്താക്കളെ കണ്ടെത്തി. ഈ ഗുണഭോക്താക്കളുടെ സമ്മതപത്രം വേണം. എന്താ സമ്മതപത്രം? ഈ പുനരധിവാസ പദ്ധതി എന്ന് പറയുന്നത് ഒന്നുകിൽ പുതുതായി നിർമ്മിക്കുന്ന ടൗൺഷിപ്പിലൊരു വീട് കിട്ടും. വീടെന്ന് പറഞ്ഞാൽ 1000 സ്ക്വയർ ഫീറ്റുള്ള ഒരു ഒറ്റനില വീടാണ്. എത്ര പേർക്ക് വീട് വേണമോ അത്രയും പേർക്ക് അത്രയും വീടുകൾ നിർമ്മിക്കും. ആ ഒറ്റനില വീട് മാത്രമല്ല, അവിടെ ഒരു ആശുപത്രി ഉണ്ടാകും, ഒരു അംഗൻവാടി ഉണ്ടാകും, ഒരു കമ്മ്യൂണിറ്റി ഹാൾ ഉണ്ടാകും, ഒപ്പം ഒരു പൊതു ചന്ത, ഒരു മാർക്കറ്റും ഉണ്ടാകും. എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ടൗൺഷിപ്പിലാണ് 1000 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് വേണമോ അത് ഓപ്റ്റ് ചെയ്യാം, അത് തിരഞ്ഞെടുക്കാം. അല്ലെങ്കിൽ അത് വേണ്ട എന്ന് വെക്കുന്നവർക്ക് 15 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി പണമായി തരാം. ഇതായിരുന്നു ഓഫർ. ഈ രണ്ടിലൊന്ന് ഓപ്റ്റ് ചെയ്തുകൊണ്ടുള്ള സമ്മതപത്രം സർക്കാരിന് കൊടുക്കണമായിരുന്നു. ആദ്യഘട്ടത്തിൽ വലിയ എതിർപ്പുണ്ടായി. 15 ലക്ഷം പോരാ, ഈ 1000 സ്ക്വയർ ഫീറ്റ് പോലെ ഒരു കൊച്ചു വീട് പോരാ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ തോതിലൊക്കെ ആയാലും അവരെയൊക്കെ പറഞ്ഞു സർക്കാർ ബോധ്യപ്പെടുത്തി കൊടുത്ത് ഇപ്പോൾ ഈ 242 ഗുണഭോക്താക്കളും സമ്മതപത്രം കൈമാറിയിരിക്കുന്നു എന്നതാണ് രണ്ടാമത്തെ കടമ്പ. ആ കടമ്പയിലും സർക്കാർ വിജയിച്ചിരിക്കുന്നു. 242 ഗുണഭോക്താക്കളിൽ 175 പേർ വീട് മതി എന്ന് പറഞ്ഞാൽ പുതിയ ടൗൺഷിപ്പിൽ അവർക്ക് 175 കുടുംബങ്ങൾക്ക് വീടുണ്ടാകും. ബാക്കി 67 പേർക്ക് പണം മതി. അതും 15 ലക്ഷമല്ലേ സർക്കാർ തീരുമാനിച്ചത്, അത് മതി എന്ന് വെച്ചിരിക്കുന്നു. അങ്ങനെ ആ കാര്യത്തിലും തീരുമാനമായി. നാളെ അവിടെ തറക്കല്ലിടാൻ പോവുകയാണ്. ഇനിയൊരു കടമ്പ ബാക്കിയുണ്ട്, മൂന്നാമത്തെ കടമ്പ. ഇതിനേക്കാളും അപ്രതീക്ഷിതമായൊരു കടമ്പ. ഒരുപക്ഷെ സർക്കാർ മുൻകൂട്ടി ഇത് കണ്ടിരുന്നോ എന്ന് എനിക്കറിയില്ല. ഒരു പുതിയ കടമ്പ വരികയാണ്. അത് ഈ എൽസ്റ്റോൺ എസ്റ്റേറ്റിലെ തൊഴിലാളികളെ പിരിച്ചുവിടണം. അവിടെ 300-ലേറെ തൊഴിലാളികളുണ്ട്. ആ തൊഴിലാളികളെ അവർക്ക് നല്ല ന്യായമായ നഷ്ടപരിഹാരം കൊടുത്ത് പിരിച്ചുവിടണം. അത് ആര് ചെയ്യും, എങ്ങനെ ചെയ്യും? എസ്റ്റേറ്റ് മുതലാളിമാരാണോ ചെയ്യേണ്ടത്, അതല്ല സർക്കാരാണോ ചെയ്യേണ്ടത്? ആരാണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനമായിട്ടില്ല. പക്ഷേ അവിടെ സമരം തുടങ്ങിയിട്ടുണ്ട്. തറക്കല്ലിടാൻ ചെല്ലുന്നത് നാളെയാണ്. നാളെ തന്നെ അവിടെ വലിയ പ്രതിഷേധം നടത്തുന്നത് മറ്റാരുമല്ല, വയനാട് എസ്റ്റേറ്റ് ലേബർ യൂണിയനാണ്. വയനാട് എസ്റ്റേറ്റ് ലേബർ യൂണിയൻ, അത് CITU, കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ തലപ്പത്തിരിക്കുന്ന CPM-ഉമായി നേരിട്ട് അഫിലിയേറ്റ് ചെയ്ത CITU തൊഴിലാളി യൂണിയനാണ് ആ സമരം നയിക്കുന്നത്. ഇനി വേണ്ടത് ഈ 300 തൊഴിലാളികൾക്ക് ന്യായമായ നഷ്ടപരിഹാരം കൊടുത്ത് അവരെ സമാധാനിപ്പിച്ച് അവരെ പിരിച്ചയക്കാനുള്ള നടപടികൾ എടുക്കണം. അതാണ് മൂന്നാമത്തെ കടമ്പ. ആ കടമ്പ കൂടി തീർച്ചയായിട്ടും ആദ്യത്തെ 2 പ്രധാനപ്പെട്ട കടമ്പകൾ കടന്ന സർക്കാർ മൂന്നാമത്തെ കടമ്പ കൂടി കടക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. തീർച്ചയായിട്ടും ആ കടമ്പ കൂടി കടക്കാൻ അതിവേഗത്തിൽ സാധിക്കട്ടെ. വയനാട്ടുകാർക്ക് സമാധാനം വരട്ടെ. വയനാട്ടിൽ കിടപ്പാടം നഷ്ടപ്പെട്ടവർക്ക്, ജീവിതം നഷ്ടപ്പെട്ടവർക്ക്, ഉറ്റവർ നഷ്ടപ്പെട്ടവർക്ക് അവർക്ക് ഒരു കിടപ്പാടമെങ്കിലും ഏറ്റവും വേഗത്തിൽ കൊടുക്കാൻ. 8 മാസം വലിയൊരു കാലമാണ്. തീർച്ചയായിട്ടും ഇനിയും വൈകിക്കൂടാ.
അതിവേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കി അവർക്ക് കിടപ്പാടം കൊടുക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും കേരള സർക്കാരിന് എല്ലാം മറന്ന്, കക്ഷി രാഷ്ട്രീയം മറന്ന് ഈ കാര്യത്തിൽ ഒരു വലിയ ജനതയുടെ, ഒരു പക്ഷേ മലയാളികളായ മുഴുവൻ മനുഷ്യരുടെയും, ഇന്ത്യക്കാരുടെയും, മനുഷ്യസ്നേഹികളുടെയും ഒക്കെ ആഗോളമായ തലത്തിൽ തന്നെയുള്ള പിന്തുണയും പ്രാർത്ഥനയും സാമ്പത്തികമായ വലിയ തോതിലുള്ള സഹായവും സർക്കാരിന് കിട്ടിയിട്ടുണ്ട്, ഇനിയും കിട്ടിക്കൊണ്ടിരിക്കും. തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഈ ഉദ്യമത്തിൽ എല്ലാ പിന്തുണയും നൽകാൻ മലയാളികളായ എല്ലാവരും ബാധ്യസ്ഥരാണ്. നന്ദി, നമസ്കാരം.